ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് കുമ്പളയിലെ അനന്തപുര തടാക ക്ഷേത്രത്തിന് മുന്നിലാണ്. 2 ഏക്കറയോളം വിസ്തൃതിയുള്ള തടാകത്തിന് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എത്ര മഴ പെയ്താലും ഈ തടാകത്തിലെ ജലനിരപ്പ് ഉയരാറില്ല. അതുപോലെ തന്നെ ആരെയും ഉപദ്രവിക്കാത്ത ശാന്തനായ സസ്യഭുക്കായ ഒരു മുതല ഈ തടാകത്തിൽ വസിക്കുന്നുണ്ട്. കേരളത്തിലെ ഏക തടാകക്ഷേത്രമാണ് അനന്തപുര തടാകക്ഷേത്രം. ശാന്തമായ ഒറ്റപ്പെട്ട പ്രദേശത്ത് ഒരു വിദൂര പാറക്കെട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സർപ്പദേവനായ ആദിശേഷനിൽ ഇരിക്കുന്ന ശ്രീ പത്മനാഭനാണ് പ്രധാന പ്രതിഷ്ഠ. അനന്തപത്മനാഭൻ കുടിയേറിയ യഥാർത്ഥ സ്ഥലം ഇതാണെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. ദേവൻ്റെ മൂലസ്ഥാനം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അനുസരിച്ച് തുളു ബ്രാഹ്മണ സന്യാസിയായ ദിവാകര മുനി വില്ലുമംഗലം തപസ്സു ചെയ്ത് പൂജകൾ നടത്തിയത് ഇവിടെ ആയിരുന്നു. ഒരു ദിവസം ഭഗവാൻ ഒരു കുട്ടിയായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടിയുടെ മുഖം ഐശ്വര്യത്താൽ തിളങ്ങി. ഇത് മുനിയെ കീഴടക്കി. അദ്ദേഹം ഉത്കണ്ഠാകുലനായി ആരാണെന്ന് ചോദിച്ചു. വീട്ടിൽ അച്ഛനില്ല, അമ്മയില്ല, വീട്ടിൽ ആരുമില്ല എന്നായിരുന്നു ബാലൻ്റെ മറുപടി. വില്ലുമംഗലത്തിന് കുട്ടിയോട് അനുകമ്പ തോന്നി. അവനെ അവിടെ തന്നെ താമസിക്കാൻ അനുവദിച്ചു. തനിക്ക് ഏതെങ്കിലും രീതിയിൽ അപമാനം തോന്നിയാൽ ഉടൻ തന്നെ സ്ഥലം വിട്ടുപോകുമെന്ന് ബാലൻ ഒരു നിബന്ധന വെച്ചു. കുറച്ചുകാലം മുനിയെ സേവിച്ചു. എന്നാൽ താമസിയാതെ അവൻ്റെ ബാല്യകാല തമാശകൾ മുനിക്ക് അസഹനീയമായി തോന്നി. വില്ലുമംഗലം തന്നെ കാണണമെങ്കിൽ അനന്തൻ്റെ വനമായ അനന്തകാട്ടിലേക്ക് പോകണമെന്ന് പ്രഖ്യാപിച്ച ശേഷം അപമാനിതനായ ബാലൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. വില്ലുമംഗലം ഉടൻ തന്നെ ആ ബാലൻ തന്നെയാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന് വലിയ പശ്ചാത്താപം തോന്നി. ബാലൻ അപ്രത്യക്ഷനായ സ്ഥലത്ത് ഒരു ഗുഹ കണ്ടെത്തി. കുട്ടിയെ അന്വേഷിച്ച് ഗുഹയിലേക്ക് കൂടുതൽ മുന്നോട്ട് പോയി. കടലിലെത്തി. തെക്കോട്ട് കൂടുതൽ മുന്നോട്ട് പോയി. ഒടുവിൽ കടലിനടുത്തുള്ള ഒരു കാട്ടിൽ എത്തി. വില്ലുമംഗലം കുട്ടിയെ കണ്ടു. അവൻ പെട്ടെന്ന് തന്നെ വലിയ ഇല്ലിപ്പ മരത്തിൽ, അതായത് വെണ്ണമരത്തിൽ അപ്രത്യക്ഷനായി. ഉടനെ ആ മരം വീണു. ആയിരക്കണക്കിന് കവചങ്ങളുള്ള ഒരു സർപ്പത്തിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ രൂപം സ്വീകരിച്ചു. ക്ഷേത്രത്തിന് മറ്റൊരു കഥ കൂടി പറയാനുണ്ട്. കാവൽ മുതലയുടെ കഥ. വളരെ പുരാതന കാലം മുതൽ ഈ ക്ഷേത്ര തടാകത്തിൽ ഒരു മുതലയെ കണ്ടിരുന്നു. ഭക്തർ കുളത്തിൽ കുളിച്ചിരുന്നുവെങ്കിലും ഈ മുതല ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഈ സംരക്ഷകനെ അറിയപ്പെടുന്ന പേര് ബാബിയ എന്നാണ്. പ്രാദേശിക സംരക്ഷകനും ക്ഷേത്രത്തിൻ്റെ ദൂതനുമാണ് ഈ മുതല. ഭക്തരുടെ നിവേദ്യം മാത്രമാണ് ബാബിയ കഴിക്കുന്നത്. ആരാധനയ്ക്ക് ശേഷം ഭക്തർ അർപ്പിക്കുന്ന ഭക്ഷണം ബാബിയയ്ക്ക് നൽകും. ബാബിയ ഒരു സസ്യാഹാരിയാണ്. അതുമാത്രമല്ല, കുളത്തിലെ മത്സ്യങ്ങൾ ഉൾപ്പെടെ ആരെയും ബാബിയ ഉപദ്രവിച്ചിട്ടില്ല. 2022 ബാബിയ മരിച്ചുപോയി. ഏകദേശം 2 വർഷത്തിനു ശേഷം ഈ ക്ഷേത്ര തടാകത്തിൽ പുതിയൊരു മുതല പ്രത്യക്ഷപ്പെട്ടു.